നമസ്കാരം. നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യത്തിനും ChatGPTയേക്കാൾ വേഗത്തിൽ നമുക്ക് മറുപടി തരുന്ന ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ഡീപ് സീക്കിന്റെ പ്രകടനം നമ്മളെയെല്ലാം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഏത് ഭാഷയിൽ ചോദിച്ചാലും അതേ ഭാഷയിൽ നമുക്ക് മറുപടി തരും. നമ്മുടെ സ്വന്തം മലയാളം പോലും കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഡീപ് സീക്കിന്റെ പ്രവർത്തനം. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് ഡീപ് സീക്കിനും മുന്നിൽ വരുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉന്നത പ്രകടനശേഷിയുള്ള 15,000 GPUകളുടെ പിൻബലത്തിൽ നിർമ്മിത ബുദ്ധി AI വികസിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇന്ത്യ AI മിഷന്റെ ഭാഗമായി ആയിരിക്കും ഈ ഉദ്യമമെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷ കോൺക്ലേവിൽ പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ച ചൈനയുടെ ഡീപ് സീക്ക് AI ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനിടയിലാണ് മന്ത്രിയുടെ പ്രസ്താവന. നാളിതുവരെ AI വികസിപ്പിക്കലിൽ മുന്നിൽ നിന്നു എന്ന് കരുതപ്പെടുന്ന ChatGPTയെ കവച്ചുവെക്കുന്ന പ്രകടനവുമായി ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ഡീപ് സീക്ക് R1ന്റെ പ്രകടനം കണ്ടു നിൽക്കുന്ന വേളയിലാണ് മന്ത്രിയുടെ അറിയിപ്പ്. NVIDIA H100, H200, MK325 ചിപ്പുകൾ അടക്കം 18,693 ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ വാങ്ങാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഡീപ് സീക്ക് AI 2,500 GPU ഉപയോഗിച്ച് പരിശീലിപ്പിച്ചതാണെന്നാണ് ചൈനീസ് കമ്പനി അവകാശപ്പെടുന്നത്. ChatGPTക്ക് പിന്നിൽ 25,000 GPU ഉണ്ടെന്നാണ് അത് നടത്തുന്ന കമ്പനിയായ OpenAI പറയുന്നത്. കരുത്തുറ്റ 15,000 GPUവിന്റെ പിൻബലത്തോടെ AI വികസിപ്പിക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഡീപ് സീക്ക് OpenAI ഡാറ്റ മോഷ്ടിച്ചതാണെന്ന തരത്തിൽ ചിലർ അവകാശപ്പെടുന്നുണ്ട്. എന്തെന്നാൽ AI മോഡലുകളിൽ നിന്നുള്ള ഔട്ട്പുട്ടുകൾ പ്രയോജനപ്പെടുത്തിയായിരിക്കും ഡീപ് സീക്ക് വികസിപ്പിച്ചതെന്ന് OpenAI പറഞ്ഞിരുന്നു. ഇതിന് തങ്ങളുടെ കയ്യിൽ ചില തെളിവുകളുണ്ടെന്നും OpenAI ദ ഫൈനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞിരുന്നു. ഡിസ്റ്റിലേഷൻ എന്ന ടെക്നിക് ആയിരിക്കും ഉപയോഗിച്ചതെന്നും കമ്പനി കരുതുന്നു. കൂടുതൽ വലുതും നൂതനവുമായ AI മോഡലിൽ നിന്ന് ചെറിയ മോഡലിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഡിസ്റ്റിലേഷൻ. ഇക്കാര്യം OpenAI കമ്പനിയും ഏറ്റവും അധികം നിക്ഷേപമുള്ള മൈക്രോസോഫ്റ്റും അന്വേഷിച്ചു വരികയാണ്. തങ്ങളുടെ ബിസിനസ് സബ്സ്ക്രൈബർമാർക്ക് ഡിസ്റ്റിലേഷൻ നടത്താൻ OpenAI അനുവദിക്കുന്നുണ്ട്. ഇത് ചൂഷണം ചെയ്താണോ ഡീപ് സീക്ക് പരിശീലിപ്പിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഡിസ്റ്റിലേഷൻ ദുരുപയോഗം ചെയ്തു എന്ന കാരണത്താൽ ചില അക്കൗണ്ടുകൾ കഴിഞ്ഞ വർഷം OpenAI നിരോധിച്ചിരുന്നു. ഇത് ഡീപ് സീക്കിന്റേത് ആയിരിക്കണം എന്നാണ് അനുമാനം.